നമസ്കാരം പ്രിയ കൂട്ടുകാരെ. പല കൂട്ടുകാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്തുക എന്ന്. നമുക്കറിയാം ആമസോൺ, സ്നാപ്ഡീൽ, ഷോപ്പ് ക്ലൂസ് അങ്ങനെ ധാരാളം സൈറ്റുകൾ ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗിൽ വളരെയധികം വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ തരുന്നുണ്ട്. ഒരു ATM കാർഡും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന സൈറ്റിൽ അക്കൗണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളരെ വിലക്കുറവിൽ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എത്തുന്ന ഒരു രീതിയാണ് ഇന്നുള്ളത്. ഉദാഹരണം ആമസോൺ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരു സർവീസ് എന്ന് എനിക്ക് തോന്നുന്നു. ഫ്ലിപ്കാർട്ട് പോലുള്ള സർവീസുകളെ പറ്റി പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മൊബൈൽ ഓർഡർ ചെയ്തു, മാങ്ങ കിട്ടി, ചിലപ്പോൾ ഇഷ്ടികയാണ് പകരം അയച്ചത് എന്നൊക്കെ. എന്നാൽ ആമസോണിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യേണ്ടത് ഇതുപോലെ ഫുൾഫിൽഡ് എന്ന മാർക്കുള്ള ആണെങ്കിൽ നമുക്ക് കൂടുതൽ വിശ്വാസ്യത ലഭിക്കുന്നു. കാരണം അത് പാക്ക് ചെയ്യുന്നത് ആമസോണിൻ്റെ സ്റ്റാഫുകൾ തന്നെയാണ്. കാരണം എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് സർവീസുകളിലും പല ഡീലർമാരുമായിരിക്കും നമുക്ക് പ്രൊഡക്റ്റുകൾ നൽകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുന്ന വസ്തുവിന് പകരം മറ്റൊരു പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. ഞാനിവിടെ ആമസോണിൽ എങ്ങനെ ഒരു ഹെയർ ഓയിൽ പർച്ചേസ് ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ amazon.in ആണ് എടുക്കേണ്ടത്, amazon.com അല്ല. സംശയമുള്ളവർക്ക് ലിങ്ക് ഞാൻ വീഡിയോയുടെ വിവരണത്തിനോടൊപ്പം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്നും പർച്ചേസ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും അവരുടെ സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. നമുക്കിവിടെ ആമസോണിലാണെങ്കിൽ ഇവിടെ സൈൻ ഇൻ എന്നുണ്ട്, ന്യൂ കസ്റ്റമേഴ്സ് സ്റ്റാർട്ട് ഹിയർ എന്നുണ്ട്. നമുക്കിവിടെ അക്കൗണ്ട് ഇല്ലാത്തവരായതുകൊണ്ട് നോക്കുക, ഇവിടെ സ്റ്റാർട്ട് ഹിയർ എന്നതിൽ പ്രസ് ചെയ്യുന്നു. തുടർന്ന് നിങ്ങളുടെ വിവരങ്ങൾ ഇവിടെ നൽകുക. ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനുള്ള വിവരങ്ങൾ എല്ലാം നൽകിയാൽ അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് നോക്കുക, നിങ്ങൾ സ്വാഭാവികമായും സെർച്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് എങ്കിൽ ഇവിടെ സ്വല്പം താഴേക്ക് നേരത്തെ സെർച്ച് ചെയ്ത റിസൾട്ടുകൾ അല്ലെങ്കിൽ വ്യൂഡ് എന്ന ഒരു ഇവിടെ കോളത്തിലും കാണിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് അതിൻ്റെ സജഷൻസ് മറ്റുള്ളവയും കാണിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ നൽകിയിരിക്കുന്നത് നമ്മുടെ പേരും ഇമെയിൽ ID യും മാത്രമാണ്. നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ഇമെയിലിൽ അതിൻ്റെ ഒരു വെൽക്കം മെയിൽ വരുന്നു. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് കൺഫേം ചെയ്യുന്നതിന് സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് ടു സ്റ്റാർട്ട് യൂസിങ് ദിസ് ഫീച്ചേഴ്സ് എന്നതിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാം തന്നെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വാങ്ങുന്നു എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ആഡ് ടു കാർട്ട് എന്നുണ്ട്, ബൈ നൗ എന്നുണ്ട്. ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിന് ശേഷം അടുത്ത പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതുപോലെ ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്യാം. അതായത് ഒരു ബാസ്ക്കറ്റിലേക്ക് എടുത്തിടുന്ന പോലെ. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ കാർട്ടിൽ നിന്നും അത് ഡിലീറ്റ് ചെയ്യാം. നോക്കുക, ഇവിടെ ഞാൻ ആഡ് ടു കാർട്ട് എന്ന് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ പ്രൊഡക്റ്റുകളും ആഡ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് കാർട്ട് എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങളുടെ കാർട്ട് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ബാസ്ക്കറ്റ്, നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ അവിടെ എടുത്തിട്ടുണ്ട് എന്ന്. ഇതുകൂടാതെ ഇവിടെ ബൈ നൗ എന്ന ഓപ്ഷൻ ഉണ്ട്. ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇവിടെ ബൈ നൗ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. നമുക്കിവിടെ ബൈ നൗ എന്ന് പ്രസ് ചെയ്യാം. ബൈ നൗ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യാൻ പറയുന്നു. കാരണം നമ്മളിവിടെ ഡെലിവറിക്കുള്ള അഡ്രസ്സ് നൽകിയിട്ടില്ല. ഏത് അഡ്രസ്സിലാണ് ആ സാധനം വരേണ്ടത് എന്ന് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് നൽകുക. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് വിവരങ്ങൾ എല്ലാം നൽകിയതിന് ശേഷം ഫോൺ നമ്പർ നിർബന്ധമായി നൽകിയിരിക്കണം. ഇതിന് താഴെ അഡ്രസ് ടൈപ്പ് എന്നതിൽ ഹോം ആണോ ഒഫീഷ്യൽ അഡ്രസ്സ് ആണോ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ വീടിൻ്റെ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. കൃത്യമായ വിലാസം തന്നെ നൽകാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നത് ആമസോണിൽ കൂടുതലും നമ്മുടെ സാധാരണ നോർമൽ പോസ്റ്റാണ്. അതായത് EMS വഴി നമ്മുടെ പോസ്റ്റ്മാനാണ് കൂടുതലും ആമസോൺ പ്രൊഡക്റ്റുകൾ വീട്ടിൽ കൊണ്ടുതരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൃത്യമായ വിവരങ്ങൾ നൽകുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഡെലിവറി അഡ്രസ്സ് ഒരു സജഷൻ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നു. കാരണം ഞാൻ ഇവിടെ എറണാകുളം എന്ന് കൊടുത്തിരുന്നില്ല, കാരണം എറണാകുളം ജില്ലയാണിത്. അപ്പോൾ സജസ്റ്റഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ എറണാകുളം എന്നുള്ളത് കാണിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ സജഷൻ കാണിച്ചിരിക്കില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. തുടർന്ന് ഇവിടെ ഡെലിവർ ടു ദിസ് അഡ്രസ് എന്നത് സെലക്ട് ചെയ്യുക.
ഇവിടെ നിങ്ങൾക്ക് അനദർ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കാണിക്കുന്നു. ഒരു പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഒരു ATM കാർഡ് ഉപയോഗിച്ച് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഡെബിറ്റ് കാർഡ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ തൊട്ട് താഴെയുള്ള ബോക്സിൽ നിന്നും ചൂസ് എ ബാങ്ക് എന്നതിൽ നിന്നും നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അഥവാ ATM കാർഡ് ഏത് സർവീസിൻ്റെയാണ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ മാസ്റ്ററോ അങ്ങനെയുള്ള കാർഡുകൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എസ് ബി കാർഡ് നോക്കുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാസ്റ്റർ ഡെബിറ്റ് കാർഡ്, അങ്ങനെ കുറേയധികം കാർഡുകളുടെ പേര് കാണാം നമുക്കിവിടെ. ഇനി റുപ്പേ കാർഡാണ്, പുതിയതായിട്ടുള്ള റുപ്പേ കാർഡ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിസ കാർഡ് ആയതുകൊണ്ട് ഞാൻ വിസ കാർഡ് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് അതിൻ്റെ വിവരങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. കാർഡിൽ എക്സ്പിറേഷൻ ഡേറ്റ് ഉണ്ടാവും. ആ എക്സ്പയറേഷൻ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇവിടെ CVV എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. CVV എന്ന് പറഞ്ഞാൽ ATM കാർഡിൻ്റെ പുറകിലായിട്ട് ഒരു 3 അക്ക നമ്പർ ഉണ്ടാവും. ആ 3 അക്ക നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. ഇതിന് ശേഷം നിങ്ങൾ ആഡ് യുവർ കാർഡ് എന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഇവിടെ വലതുഭാഗത്തായിട്ട് കണ്ടിന്യൂ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഓർഡർ റിവ്യൂ ചെയ്യാൻ പറയും. നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ വിവരങ്ങൾ, അതിന് ഡെലിവറിക്ക് ചാർജ് ഉണ്ടോ എന്നെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, 499 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നതിലെല്ലാം ഡെലിവറി ഫ്രീ ആണ്. അതുപോലെ നിങ്ങൾക്കിവിടെ ഒരു ക്വാണ്ടിറ്റി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ നേരെ ക്വാണ്ടിറ്റി എന്നതിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. തുടർന്ന് അപ്ഡേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. എല്ലാ വിവരങ്ങളും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ് വല്ലതും ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിനുള്ള ഗിഫ്റ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് ഇവിടെ എൻ്റർ ചെയ്യാം. ഇതിനെല്ലാം ശേഷം പ്ലേസ് യുവർ ഓർഡർ ആൻഡ് പേ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. സ്വല്പനേരം വെയിറ്റ് ചെയ്താൽ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ ഒരു ATM കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൊബൈലിലേക്ക് വരുന്ന 1 ടൈം പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. മൊബൈലിൽ SMS വരുന്നു. ആ കോഡ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകുക. ഇവിടെ മർച്ചൻ്റ് നെയിം, എമൗണ്ട് ഇതെല്ലാം നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് തന്നെയാണോ എന്ന്. എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട, ക്യാൻസൽ ചെയ്യുക. നിങ്ങൾക്ക് മൊബൈൽ വന്ന 1 ടൈം പാസ്വേഡ് അഥവാ OTP ഇവിടെ എൻ്റർ ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നോക്കുക, ഇവിടെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഇവിടെ തൊട്ട് താഴെയായിട്ട് റിവ്യൂ ഓർ എഡിറ്റ് യുവർ ഓർഡർ എന്നുണ്ട്. നിങ്ങളുടെ ഓർഡറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്കും ഓൺലൈനിൽ നിന്നും വളരെ എളുപ്പത്തിൽ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ മറ്റു വിവരങ്ങൾ കാണണമെങ്കിൽ ഇവിടെ യുവർ അക്കൗണ്ട് എന്നെടുക്കാം. യുവർ അക്കൗണ്ട് എന്നതിൽ നിങ്ങൾക്ക് ഓർഡറുകൾ, ഓർഡർ ഹിസ്റ്ററി എന്നിവയെല്ലാം കാണാൻ സാധിക്കും. ഇവിടെ വ്യൂ ഓപ്പൺ ഓർഡേഴ്സ് എന്നത് സെലക്ട് ചെയ്താൽ നിങ്ങൾ ഓർഡർ നൽകിയിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കും ആമസോണിൽ നിന്നും വളരെ എളുപ്പം ATM കാർഡ് ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ വീട്ടിലേക്ക് വരുത്താൻ സാധിക്കുന്നു. തീർച്ചയായും കൂട്ടുകാർക്ക് ഈ അറിവ് ഉപകാരപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ള സൈറ്റുകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സ്നേഹപൂർവ്വം രതീഷ് ശർമ്മൻ.